ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പുതിയ വീഡിയോയിലേക്ക് പോവാണ്. പുതിയ വീഡിയോ എന്ന് പറഞ്ഞൊരു വെറൈറ്റി വീഡിയോ, ചക്കക്കുരു തോരൻ. ചോദിക്കും ഇപ്പം ചക്കക്കുരു എവിടെ നിന്നാണ്? ചക്കക്കുരു ഇത് എവിടെ നിന്നാണെന്നറിയാമോ? നമുക്ക് ചക്കയുള്ള സമയത്ത് നമ്മൾ ഈ ചക്കക്കുരു എല്ലാം ആക്കി ചുളക്കകത്തു നിന്ന് എടുത്ത് വൃത്തിയാക്കിയിട്ട് ഇത് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഈ പ്ലാസ്റ്റിക് കവറിനകത്ത് കെട്ടിയിട്ട് ഈ തുണിസഞ്ചി ഉണ്ടല്ലോ നമ്മുടെ ഇതുപോലത്തെ തുണിസഞ്ചി, ഇതുപോലത്തെ തുണിസഞ്ചിക്കകത്ത് വെച്ച് കെട്ടി നമ്മൾ കാറ്റ് കയറാതെ വെച്ചാൽ മതി. ഇതിപ്പോൾ ഒരു 6 മാസം പഴക്കമുള്ള ചക്കക്കുരുവാണ്, കണ്ടോ? പക്ഷേ ഇതിന് ഇത് കണ്ടോ, ഇതിങ്ങനെ ചിരണ്ടുമ്പോഴാണെങ്കിലും നല്ല പച്ചയായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ അന്നേരം എടുത്ത ചക്കക്കുരു പോലെ. അപ്പം ഞാനിത് കുറച്ച് ചിരണ്ടി വെച്ചിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാം. ഇതേ എന്നാലും ചോദിക്കും ഇങ്ങനെയാണോ ചിരണ്ടുന്നത്? ഇങ്ങനെ ചിരണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഇവിടങ്ങളിലെല്ലാവരും ഈ ചുമല കളയത്തില്ല. അത് എന്തുവാ, ഓരോ അസുഖങ്ങൾക്കും ഷുഗറോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അത് കാരണം ആ ചുമല അകത്ത് ചിരണ്ടാനെടുത്തപ്പോഴേ ചേച്ചി പറഞ്ഞത് ചിരണ്ടി കളയല്ലേന്ന്. അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെയാണ് തൊലി മാത്രം പൊളിച്ച് കളയും. അതാണ് കേട്ടോ. അപ്പം നമുക്കിത് കുറച്ച് പൊളിച്ച് എടുത്തിട്ട് വരാം തോരൻ വയ്ക്കാനായിട്ട്. ഞങ്ങൾ ചക്കക്കുരു എല്ലാം പൊളിച്ച് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. നമുക്ക് തോരൻ വയ്ക്കാൻ അതേ കണ്ടോ ഇങ്ങനെ ഇരിക്കും. നേരത്തെ 1-2 എണ്ണമൊക്കെ അത് അങ്ങ് ഈ ചത്ത ഇതുമായതുകൊണ്ടാണ് നമ്മൾ പെറുക്കി വയ്ക്കുമ്പോഴത്തേക്ക് അത് ശ്രദ്ധിക്കാത്തതുകൊണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ആയി തീരത്തില്ല. ഇത് കണ്ടോ ചിലതൊക്കെ ഇങ്ങനെ, അത് നമ്മൾ ഈ വാരിക്കെട്ട് വയ്ക്കുമ്പം ശ്രദ്ധിക്കണം. നമ്മൾ പൊളിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ 5-6 കിടപ്പുണ്ട്, കളയണ്ട, നാളെ ആവശ്യം വരും നമുക്ക്. അപ്പോൾ തേങ്ങ നമ്മൾ തോരന് വേണ്ടിയിട്ട് പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളം ഉണ്ടോ എന്ന് ചോദിക്കും. തേങ്ങയ്ക്കകത്ത് വെള്ളമില്ലെന്ന്. തേങ്ങയ്ക്കകത്ത് വെള്ളമുണ്ട് എന്നല്ല, പക്ഷെ അങ്ങനെ പൊട്ടിച്ചെടുത്തപ്പോൾ ഒരു കൗതുകം കാണിക്കണമെന്ന് തോന്നി. അപ്പം ഇത് ക്യാമറമാൻ ഉണ്ടാക്കി തന്നതാ കേട്ടോ. എൻ്റെ ക്യാമറമാൻ ഇപ്പം ഇതിൻ്റെ ബിസിനസ്സാണ്. ഇത് വേണ്ടവരാവശ്യം പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ മുത്ത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ട് അത് ഇതൊക്കെ ചെയ്തിട്ടുണ്ടാക്കുന്നതാണ്. ഒരു സന്തോഷം. ഇത് ഞാൻ തേങ്ങ കുടിച്ചത്. എന്താ സംഭവിച്ചെന്നറിയോ? തേങ്ങാവെള്ളം കുടിക്കുന്നത് ചിലപ്പോൾ കണ്ട് കാണും, ചിലപ്പോൾ കാണത്തില്ല. ക്യാമറമാന് നീളമില്ല. നമുക്ക് ഇനി ഇത് ചിരണ്ടി എടുക്കണം. അതൊരു പാടാം. ഞാൻ ചിരണ്ടു, ക്യാമറമാൻ ചിരണ്ടു. അപ്പൊ ക്യാമറമാൻ ചിരണ്ടു. അപ്പം ശരി, ഇത് ചിരണ്ടി എല്ലാം എടുത്തു വന്നിട്ട്. പിന്നെ ഞാൻ തേങ്ങ തിരുമുന്ന കാര്യം പറഞ്ഞില്ലേ? ഈ തേങ്ങ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് വെച്ചാൽ ആരും കടിച്ചു പറിച്ചതൊന്നുമല്ല. പണ്ട് തേങ്ങ കാണുമ്പോൾ ഇങ്ങനെ എടുക്കത്തില്ലേ, തിന്ന് പല്ലുകൊണ്ട് കടിച്ച് തിന്നും, ചിരട്ട ഇങ്ങനെ വെച്ചിട്ട്. അപ്പം അങ്ങനൊന്നുമല്ല, ഇത് ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് തേങ്ങ ഇങ്ങനെ കൊത്താക്കുന്നതാണ്. പക്ഷെ എനിക്കതിന് ബാലൻസ് ഇല്ല കേട്ടോ. ബാലൻസ് ഉള്ളവരുണ്ട്. പക്ഷേ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ചിരവ നോക്കിയപ്പോൾ ചിരവ കണ്ടില്ല. അപ്പം അത് കാരണം തേങ്ങ കൊത്താക്കിയിട്ട് മിക്സിയിൽ അടിച്ചേക്കാം. അത് നല്ല കേട്ടോ. അറിയാത്തവർ, ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കി. ഏറ്റവും എളുപ്പമുള്ളൊരു സംഭവം. നമ്മൾ തേങ്ങ അപ്പം ഇത് കണ്ടോ, ഇത് കടിച്ചു പറിച്ചെടുത്തൊന്നുമല്ല. പണ്ട് നമ്മളിത് ഇങ്ങനെ കാന്തത്തില്ലേ, ആ കാന്തിയ തേങ്ങയൊന്നും അല്ല ഇത്. ഇത് ഇങ്ങനെ ആക്കി പെട്ടെന്ന് ഇങ്ങനെ എടുക്കുന്നേ. അതേ കണ്ടോ, അതുപോലെ എടുത്തതാണ്. ഇതാ ഇങ്ങനെ കുഴച്ച്. അത് എന്താണെന്ന് ചോദിച്ചാൽ ചിരവ് തപ്പിയപ്പോഴത്തേക്കിന് കണ്ടില്ല കേട്ടോ. ചിരവ് കണ്ടില്ലെന്ന് പറഞ്ഞാൽ അതിന് അതേ വെച്ച് ചിരണ്ടിയിട്ട് പറ്റുന്നില്ല, ചിരവ പോയി എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ കൊത്താക്കി എടുക്കുന്നത്. നമ്മൾ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരൊക്കെ ആകുമ്പം, നാട്ടിൻപുറത്തുകാരൊക്കെ ആകുമ്പോൾ ചിരവ ഇരുന്ന് ചിരവുന്നുണ്ട്, നിന്ന് ചിരവുന്നുണ്ട്. ഫ്ലാറ്റിലൊക്കെ എമർജൻസി ആയിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന വീട്ടമ്മമാർക്കൊക്കെ ഇത് എളുപ്പമാണ്. അതാ ഇങ്ങനെ അങ്ങോട്ട് കൊത്തെടുത്തിട്ട് ഇങ്ങനെ പെട്ടെന്നായിട്ട് ഇങ്ങനെ കൊത്താക്കി എടുക്കാമെങ്കിൽ സമയവും അധികം നഷ്ടമാകത്തില്ല. പക്ഷെ മറ്റേ ചിരവ എടുത്ത് തേങ്ങ ചിരണ്ടി പ്ലേറ്റ് എടുത്ത് ഇതാകുമ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇതാണ്ട, മിക്സിയുടെ ജാറിലോട്ടാണ് കണ്ട, മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് ഒന്ന് ചെറിയ ജാറിനകത്തിടണം. എന്നിട്ട് നമുക്കൊന്ന് കറക്കി എടുക്കാം.
ഇറക്കിയെടുക്കുമ്പോൾ തന്നെ കറക്റ്റ് അത് തേങ്ങാപ്പീര ആയി കിട്ടും. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരുപാട് സമയം റീൽസൊക്കെ കാണാറുണ്ടല്ലോ അല്ലേ? ഞാൻ റീൽസൊക്കെ ഇടാറുണ്ട്. അതൊക്കെ നിങ്ങൾ കാണും എന്നൊക്കെ വിശ്വസിക്കുന്നു. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം, എന്നെങ്കിലേ എനിക്ക് എല്ലാത്തിനും മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഇവിടെ എൻ്റെ ക്യാമറമാൻ ഭയങ്കര ശരിയാണ്, ആക്ഷനെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാനിതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് പറയുന്ന സത്യമാണോ നിങ്ങൾ നോക്കണം. ഇവരവിടെ നിന്നോട് പറയുന്നുണ്ട്, ഇത് കാര്യമാണോ എന്ന് അറിയണ്ടേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്ത് എടുക്കാം. പിന്നെ ഒരു കാര്യമാണ്, ഞാൻ കയറി ചെയ്യുന്നു പാദത്തിൻ്റെ മണ്ടക്കിരുന്നിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പം നമുക്കിത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ഈ തേങ്ങ തന്നെ ആദ്യമേ അടിച്ചെടുത്ത് ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാവുമല്ലോ അങ്ങനെ കിട്ടുമോ ഇല്ലയോ എന്ന്. ഞാനൊരു തേങ്ങ മുഴുവൻ ചിരണ്ടി, ഇപ്പം ഞാൻ കാര്യം പറയുന്നതുകൊണ്ടാണ് സ്പീഡില്ലാത്തതില്ലേ, പെട്ടെന്ന് കുത്തിയെടുത്ത് നമ്മൾ വീഡിയോ കൂടെ എടുക്കുന്നത് കൊണ്ടാണ്. ഇല്ല നമ്മളിപ്പോൾ തല്ലി പൊട്ടിച്ച് കൊള്ളാം, പെട്ടെന്നാക്കും. നമുക്കിത് മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വരാവേ. ഇരിക്കുന്ന തേങ്ങ നമുക്കൊന്ന് നോക്കാം, അത് പിന്നീട് എങ്ങനെ കാണുമെന്ന്. കണ്ടോ, അത് തരിയായിട്ട് കണ്ടോ. നമ്മൾ തിരുമ്മിയാൽ ഇങ്ങനെ കിട്ടുമോ ഇത്രയും ചെറുതായിട്ട്. പിന്നെ ഇതിന് ഇങ്ങനെ പീര കിട്ടിയ വേറൊരു ഉപയോഗമുണ്ട്. എന്തുവാണെന്നറിയാമോ? നമുക്ക് പെട്ടെന്ന് തേങ്ങ വറക്കാൻ പറ്റും. ഈ തേങ്ങ കൊത്ത് മിക്സിയിലിട്ടിട്ട് ഇതാ ഈ പരുവത്തിലാക്കി എടുത്താൽ നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ അത് ചെറിയ പീരയായിട്ട് തിരുമ്മി എടുത്താലാണ് നല്ലതെന്ന് പ്രായമുള്ളൊരു പറയും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചെറിയ പീരയായിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ കൊത്തെടുത്തിട്ട് ഇങ്ങനെ മിക്സിയിലൊന്ന് എടുത്താൽ മതി. ക്യാമറമാൻ ഇപ്പം തുമ്മുവേ, അതിന് ബലം പിടിക്കുന്നുണ്ട്, തുമ്മിക്ക് കുഴപ്പമില്ല. പിന്നെ അപ്പം ഇങ്ങനെ പൊടിയായിട്ട് തിരുമ്മി എടുത്തിട്ട് വേണം നമ്മൾ വറക്കാമെങ്കിൽ നല്ലതായിട്ട് കരിയാതെ എടുക്കാതെയൊക്കെ നല്ല തേങ്ങാപ്പീരിയായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മൾ എന്തിനും ഇത് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നല്ലത് തന്നെയാണ്. ഞാൻ ഇപ്പം മിക്ക കാര്യങ്ങളിലും ഇപ്പം ഇങ്ങനെ തന്നെയൊക്കെ ചെയ്യാറുണ്ട്. എളുപ്പമാണ്, ഒരുപാട് സമയലാഭം ഉണ്ടാകും നമുക്ക്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഇനി ജീരകവും വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയൊക്കെ വേണം. ഇതൊക്കെ ചേർത്ത് ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം. അന്നേരം തന്നെ തേങ്ങയെല്ലാം നല്ല രീതിയിലായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് വേണ്ട സാധനങ്ങൾ ചേർക്കാം. ജീരകം കണ്ടോ, ഞാൻ എടുത്തതിന് പകുതി ജീരകമേ ചേർക്കുന്നുള്ളൂ. അത് കുടഞ്ഞിട്ടപ്പോഴത്തേക്ക് കയ്യിലായിപ്പോയതാണ്. ഒരു 5-6 വെളുത്തുള്ളി, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഞാൻ ആ ചക്കക്കുരു വേവിക്കാനായിട്ട് വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് നമ്മൾ ചേർക്കും. ഇതെല്ലാം കൂടെ മിക്സിയിൽ അരച്ചെടുത്തതാണ്. അതവിടെ ഇരിക്കട്ടെ. നമുക്കൊരു ചട്ടി വെച്ചിട്ട് ചട്ടി വെച്ച് നല്ലോണം എണ്ണ ചൂടായിട്ടുണ്ട്. അതാണ് എണ്ണയുടെ കളർ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചതിന് ചക്കക്കുരു നോക്കിക്കുക നിങ്ങൾ, ഉണ്ടോ? നമ്മൾ അന്നേരം ചക്ക എടുത്തിട്ട് ആ ചക്ക കഴിച്ചിട്ട് കുരു എടുത്തു കൂട്ടാവും. ഇത് ഒരു 6 മാസം പഴക്കമുള്ള ചക്കക്കുരുവാണ്. ഇതിനകത്തോട്ട് നമുക്ക് കടുവിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ കഴുകി വാരിയിട്ടിരിക്കുന്ന വെള്ളം കളഞ്ഞിട്ട് ആ ചക്കക്കുരു ഇട്ടിട്ട് നമ്മൾ നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ കേൾക്കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കൊടുക്കണം. അതിനകത്തോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇളക്കണം. എന്തിനാന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇളക്കുമ്പോൾ അതിനൊരു കളറ് കിട്ടും. പിന്നെ ഇച്ചിരി ശുദ്ധമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ച് ആ ചക്കക്കുരു വേഗം വയ്ക്കും. അതിനോടാണ് നമുക്ക് അതിനകത്ത് ചേർക്കുന്നത് ഞങ്ങളുടെ വീട്ടിലുള്ള തന്നെ ഉണ്ടമുളകാണ്. ഉണ്ടമുളകെന്ന് പറഞ്ഞാൽ നല്ല ഉണ്ടമുളക്. അത് ഇതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് വൃത്തിയായിട്ട് അത് കണ്ടോ, അത് ഞാൻ അതിനകത്തിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. മൂടി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വെന്ത് വരണം. ആ ഉണ്ടമുളകൊന്ന് വെന്ത് വരണം. വേണ്ട ചക്കക്കുരു എല്ലാം വെന്ത് നല്ല വൃത്തിയായിട്ടുണ്ട്. കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട് ചക്കക്കുരു വെന്തിട്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ ചക്കക്കുരു വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കേട്ടോ, ശകലം പോലും വെള്ളമില്ലാതെ. അപ്പം ഞാൻ അതിനകത്തോട്ട് നമ്മൾ ആ മിക്സിയിൽ അരച്ച് തേങ്ങ ഇട്ട് ചിക്കി കൊടുത്തിട്ട് ആ മിക്സി കഴുകി ആ അരപ്പൊന്ന് വേകാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചോർത്തിട്ട് വേണ്ട ചക്കക്കുരു തോര റെഡിയായിട്ടുണ്ട്. എന്നാലും ഇച്ചിരി വെള്ളമയം വിട്ട് നിൽക്കണം. പിന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം. നിങ്ങളെൻ്റെ റീൽസൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വീഡിയോസും കാണണം, സപ്പോർട്ട് ചെയ്യണം. മുന്നോട്ട് ഞങ്ങൾക്ക് വരണമെങ്കിൽ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ ടാറ്റാ.